അങ്ങോട്ട് കുരുങ്ങു മീനെ. ഹായ് ഗൈസ്, എന്താണ് പരിപാടി? നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോവാണ്, ചൂണ്ടിടാൻ വേണ്ടിയാണ് പ്ലാൻ. ഒരുപ്പോൾ ഇന്ന് വേറെ വഴിക്ക് പോയി അനിയന്റെ കൂടെ ലുലുമാളിൽ പോയിരിക്കുകയാണ്. മീൻ പിടിക്കാൻ പോയതാണല്ലേ? പോൾ റോഡ് പഠിക്കാനാണ് പ്ലാൻ. നമ്മുടെ സിക്സർ ബാബുവിന്റെ കടയിലാണ് വന്നിരിക്കുന്നത്. അഴീക്കൽ ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. ബാബുവിനെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് വില കുറച്ചാണ് സാധനങ്ങളൊക്കെ തരുന്നത്. അണ്ണന്റെ മോനും കൂടെ ഉണ്ട്. പോൾ റോഡിൽ നമുക്ക് ലൈനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ തന്നെ സെറ്റ് ചെയ്ത് തരും. ഈ പ്രാവശ്യം സെറ്റ് ചെയ്യുന്നത് മോനാണ്. ബാബുണ്ണൻ വേറെന്തോ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുള്ളിയെ ശല്യം ചെയ്യാനായിട്ട് പോയില്ല. ഇപ്പൊ ഇറങ്ങുന്ന പോൾ റോഡിന്റെ പ്രത്യേകത ഉണ്ട്. അതിന്റെ കൂടെ ഒരു ക്ലിപ്പ് പോലത്തെ സാധനം വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ലൈൻ ചുറ്റി നമുക്ക് അതുപോലെ ഹുക്ക് ഉടക്കിയൊക്കെ വെക്കാനായിട്ട് പറ്റും. അതൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. സൺഡേ ആയിട്ടും തിരക്കൊക്കെ കുറവാണ്. കാര്യം കടലിൽ കയറി കിടക്കുന്നവരുടെ ബീച്ചിലോട്ടൊന്നും ആരും വരുന്നില്ല. കടകളും കച്ചവടക്കാരൊക്കെ സജീവമാണ്, ആളുകൾ കുറവാണെന്നുള്ളൂ. എന്തായാലും കടൽ തീരത്തോട്ട് ചൂണ്ടിടാൻ പോലെ ഒരു ഊർജ്ജം വരട്ടെന്ന് പറഞ്ഞ് 2 ബജ്ജി ഒരു ചായ കുടിച്ചു. പൊഴിയിലാണ് നമുക്ക് ഇന്ന് ചൂണ്ടിടാനുള്ളത്. ഫിഷിംഗ് നമുക്ക് ആസ്വദിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോൾ റോഡാണ്. നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കുരുങ്ങു മീനെ. വൈകിട്ടായിട്ട് നമ്മൾ ചെറിയ ചെമ്മീനാണ് ഇടുന്നത്. അരമണിക്കൂറോളം കട്ട വെയിറ്റിംഗിലായിരുന്നു. മീനെ പിടിക്കാനായിട്ട് പ്രത്യേകം കഴിവൊന്നും വേണ്ട, ക്ഷമയാണ് ഇതിനകത്ത് മെയിൻ. കടലിൽ ചൂണ്ടിടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബോറടിയൊന്നും വരും. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാം. എന്തായാലും ആദ്യത്തെ മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട്. മീൻ അടിച്ച സമയത്ത് പുള്ളിക്കാരന്റെ പേരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് എനിക്ക് മീൻ അടിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ മീനെ കാണുന്നതും പിടിക്കുന്നതും. അല്ല, ക്യൂട്ടായിട്ടുള്ള മീനാണ്, പക്ഷെ അത്ര ക്യൂട്ടല്ല ആള്. പുള്ളിക്കാരന്റെ സ്വഭാവം അറിയാതെ തന്നെ നമ്മൾ നാട്ടിലെ കരട്ടിയൊക്കെ പിടിക്കുന്ന പോലെ പുള്ളിക്കാരനെ മൊത്തത്തിൽ കയറി പൊതിഞ്ഞൊരു പിടുത്തം പിടിച്ചു. ഒരു കുത്തം കൊണ്ട് വന്നു. കുത്തെന്ന് പറഞ്ഞാൽ 1/4 മണിക്കൂർ അരപ്പോണ്ട് പോയായിരുന്നു. വിരല് കണ്ടിച്ച് മാറ്റി പോയി. അതിനായിരുന്നു 1/4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് പോയി. മഴ സമയമായതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ റെയിൻകോട്ട് എടുത്തുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഉപകാരമായി. പുള്ളിക്കാരിക്ക് ഇതുപോലെ എനിക്ക് വേദന കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരിയായിട്ട് പോലെ ഞാൻ ചൂണ്ടിട്ടോ എന്ന് ചോദിച്ചു. എന്തായാലും ഞാൻ വെറുതെ എനിക്ക് അവിടെ ആഗ്രഹം നടക്കട്ടെ പറഞ്ഞ് ഞാൻ എന്തായാലും ചൂണ്ട കൊടുത്തു. പുള്ളിക്കാരി ചൂണ്ടിടാനായിട്ട് പോയി. കിട്ടുമല്ലോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഈ പരിപാടിയൊക്കെ പുള്ളിക്കാരി നടത്തുന്നത്. മുതലും പലിശ ചേർത്ത് ഒരു 6 മീൻ നമുക്ക് കിട്ടിയിരുന്നു. അതിനകത്ത് ഏറ്റവും വലുതായിരുന്നു പുള്ളിക്കാരിക്ക് കിട്ടിയത്. മഴ പെയ്തുകൊണ്ട് തന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്തായാലും നമുക്ക് 1/2 കിലോളം മീനെ കിട്ടിയിട്ടുണ്ട്. ഈ മീൻ ഭക്ഷ്യയോഗ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ ഉള്ളവർ ചോദിച്ചപ്പോൾ മരപ്പല നല്ല മീനാണ്, തൊലി ഉരിച്ചാണ് ഇതിന്റെ കുക്ക് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ക്ഷീണിച്ചു. അപ്പോൾ ഒരു റൗണ്ട് കൂടെ ചായ കുടിച്ചു. ഒരു ചായ കുടിക്കാന്ന് കൈ എന്തായാലും ഈ പരുവത്തിലായിട്ടുണ്ട്. വേദനയ്ക്ക് കുറവുണ്ടെങ്കിൽ നല്ലപോലെ നീര് വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു കുത്തു തന്നെ ആയിപ്പോയി കുത്തിയത്. എന്തായാലും ഈ മച്ചാനെ ചൂണ്ടിട്ട് പിടിക്കുന്നവർ ശ്രദ്ധിക്കണം. കൈക്ക് പണിയിട്ടുണ്ടെങ്കിൽ അവളാണ് വണ്ടി ഓടിച്ചത്. എന്തായാലും വീട്ടിൽ വന്നിട്ട് മീനൊക്കെ ഒരു ബൗളിനകത്ത് കുടഞ്ഞിട്ടു. 6-7 മീനോളം ഉണ്ട്. അതിനകത്തൊരു ആവോലി കുഞ്ഞുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് നമുക്ക് ഗൂഗിളിലൂടെ നോക്കി കേട്ടോ. ഗൂഗിൾ അമ്മച്ചിയും പറഞ്ഞത് ഇത് കുഴപ്പമില്ല, ഭക്ഷ്യയോഗ്യമാണെന്നാണ്. എന്തായാലും ഇന്ന് തന്നെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വറക്കാൻ പറഞ്ഞു. മീൻ പിടിക്കാൻ ഭയങ്കര ഹരമാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതോട് താല്പര്യം വളരെ കുറവാണ്. എന്തായാലും അവളും പിള്ളേരോട് എന്തായാലും കഴിച്ചു. നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.